ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാവരോടും കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവമായ കർത്താവ് നൽകി തന്ന നമ്മുടെ സാവാശ്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അധികം ദൈവവചനത്തിൽ നിന്ന് അങ്ങനെ സംസാരിച്ചിട്ടുള്ള വ്യക്തിയല്ല. എന്നിരുന്നാലും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ്, പ്രസംഗം എന്ന് പറയുന്നില്ല, ദൈവന ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്ന, ഫാദർ അവിടുത്തെ രാവിലെ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോവുകയാണ്, ചെക്കപ്പിനായി കടന്നു പോവുകയാണ്. ടെക്കോസ്റ്റമി ഇതുവരെ മാറ്റിയിട്ടില്ല. ഈ പ്രാവശ്യം ചെല്ലുമ്പോൾ അത് മാറ്റുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏകദേശം 2 മാസം കഴിഞ്ഞ് ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ അത് മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. എന്റെ പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ആദ്യം ഒരു ചെറിയ കാര്യം പറഞ്ഞതിന് ശേഷം അതിലോട്ട് പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തൊരു വിഷയമാണ് ജമീമയുടെ വിഷയം. ഇന്ത്യയുടെ വിജയമോ അതെല്ലാം അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ആ സഹോദരി ചെയ്തൊരു കാര്യം, 1-2 കാര്യം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നു. താന് ഇന്ത്യ ജയിച്ചു. അതിനുശേഷം തനിക്കൊരു അവസരം കിട്ടിയപ്പോൾ താന് തന്റെ സാക്ഷ്യം പറഞ്ഞു. അല്ലെ, നമ്മളെല്ലാവരും കേട്ടതാണ്, എല്ലാവരും വിവിധ മാധ്യമങ്ങളിലൂടെ കേട്ടതാണ്. ദൈവമാണ്, ജീസസിന് ആദ്യം നന്ദി പറഞ്ഞു, അതിനുശേഷം പറഞ്ഞു ദൈവം എന്നോട് വചനത്തിൽ നിന്ന് സംസാരിച്ചു, അതാണ് ഞാൻ നിർത്തിയത്. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു വിഷയം, നമുക്ക് എല്ലായിടത്തും എപ്പോഴും പറയാൻ, ദൈവവചനം പറയാൻ സാധിച്ചു എന്ന് വരികയില്ല. കഴിഞ്ഞ ദിവസം ഒരു ദേവാസം പറയുന്നത് കേട്ടു, ആ ദേവദാസന്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ ദൈവവചനം പറഞ്ഞു എന്ന കാരണത്താൽ ഒരു കുഞ്ഞിനെ പറഞ്ഞു വിട്ടു സ്കൂളിൽ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പൊ എപ്പോഴും അങ്ങനെ നമുക്ക് സാഹചര്യം ലഭിച്ചു എന്ന് വരണമെന്നില്ല, എസ്പെഷ്യലി ഈ കൺട്രിയിൽ. എന്നാൽ നമുക്കൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്ന അവസരം അത് നഷ്ടപ്പെടുത്താതിരുന്നാൽ അത് അനേകായിരങ്ങൾക്ക് ആശ്വാസം. 100 കോടിയോ 200 കോടിയോ ജനമല്ല ആ സാക്ഷ്യം കേട്ടത്. അത് ഇന്ത്യ ജയിച്ചാലും തോറ്റാലും അത് വലിയ സാക്ഷ്യം തന്നെയാണ്. മറ്റൊന്ന്, അത് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയ സമയത്ത്, ക്രിക്കറ്റിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, സെഞ്ചുറി എന്ന് പറയുന്നത് ക്രിക്കറ്റിനെ സംബന്ധിച്ചൊരു വലിയ സംഭവമാണ്. അത് പൂർത്തിയാക്കിയ സമയത്ത് താൻ ഒന്ന് വിഷ് ചെയ്യുകയോ ഒരു ആഹ്ലാദ പ്രകടനം നടത്തുകയോ താൻ ചെയ്തില്ല. ജയിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, താൻ എന്തെല്ലാം സന്തോഷ പ്രകടനങ്ങളാണ് നടത്തിയത്. അത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഞാൻ ചിന്തിച്ച ഒരു വിഷയം, വ്യക്തിപരമായ നേട്ടങ്ങളെക്കാൾ സമൂഹത്തിന്റെ നേട്ടമാണ് എപ്പോഴും ഈ സഭയുടെ ഒരു വിഷയം എടുത്തു. നമുക്ക് പല കാര്യത്തിൽ വ്യക്തിപരമായ നേട്ടങ്ങൾ പറയാൻ ഉണ്ടെങ്കിലും അതിലും വലുതായിരിക്കും നമ്മള് ഒന്നിച്ചുള്ള ഒരു വിജയം എന്ന് പറയും. ഒരു കുടുംബത്തിന്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ? വിജയിച്ചാൽ കുടുംബമാണ് വിജയിക്കേണ്ടത്, വ്യക്തികളല്ല. തോൽക്കുമ്പോഴോ ഒരു കുടുംബമാണ് തോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായ നേട്ടങ്ങളെക്കാൾ നമ്മളൊരു കുടുംബമായിട്ടും സമൂഹമായിട്ടും നിൽക്കുമ്പോൾ അങ്ങനെ നിൽപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ നമ്മൾ കസേരയിലാണ് ഇരിക്കുന്നത്, ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഉറങ്ങി താഴെ പോയാൽ പൗലോസില്ല. മറ്റൊരു കാര്യം, ഞാനോ പാസ്റ്ററോ തുറന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിയാണ് എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ സാധാരണ ചെയ്തു വരുന്ന ഒരു കൊച്ചു ഇലുസ്ട്രേഷനോടുകൂടെ, ഒരു വലിയ മെസ്സേജ് ഒന്നുമല്ല കേട്ടോ, ഒരു വെറും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെസ്സേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഡീപ്പായിട്ടുള്ള മെസ്സേജാണ്, കേൾക്കുന്നത് ഇഷ്ടം. മറ്റൊന്നും അല്ല, നമ്മുടെ പാസ്റ്റർക്ക് പ്രസംഗമല്ല, തീപ്പൊരി പ്രസംഗം ഇഷ്ടമാണ്. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. വളരെ ശാന്തമായിട്ട് ആയിരിക്കും ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ദൈവവചനത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അത് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മള് ഭയങ്കര ചൂടുള്ള ഒരു അവസ്ഥയാണെന്ന് ചിന്തിക്കുക. നമ്മള് ഇപ്പൊ കേരളത്തിലാട്ടെ, ഇവിടെ അങ്ങനെ നടക്കുന്ന പ്രശ്നങ്ങളില്ല, എന്നാൽ ഇവിടുത്തെ ചൂട് മോശമൊന്നുമല്ല. നല്ല ചൂടുള്ള സമയത്ത് നാം പുറത്തൂടെ നടക്കുന്നു എന്ന് ചിന്തിക്കുക. ന്യായമായിട്ട് നാം ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും? ഒരു തണലായിരിക്കും, അല്ലേ?
ഒരു തണല് കണ്ടാലോ നമ്മളവിടെ വിശ്രമിക്കാൻ സാധ്യതയുണ്ട്. അല്പനേരം വിശ്രമിക്കാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ അതൊരു മരുഭൂമി, ഒരു ഗൾഫ് കൺട്രിയിലാണെന്ന് വിചാരിക്കുക. ആ ചൂട് എത്ര കഠിനമായിരിക്കും. അപ്പൊ നമുക്കൊരു ചെറിയ ഒരു എന്താ പറയുന്ന ഒരു ബുഷ് കണ്ടാലും അതിന്റെ താഴെ നമുക്ക് തണല് കിട്ടുമെങ്കിൽ നമ്മളവിടെ വിശ്രമിക്കാൻ അല്ലെങ്കിൽ അല്പസമയം റെസ്റ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ബാക്കി കാര്യങ്ങളെല്ലാം പോട്ടെ. നാം ഒരു മരുഭൂമി യാത്രയിലാണ്. ഈ മരുഭൂമി യാത്രയിൽ വളരെയധികം ചൂടുള്ള അവസ്ഥകളിലൂടെ നാം കടന്നു പോകുന്നവരാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്കറിയാവുന്ന, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന പലരുടെയും ജീവിതങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ തീച്ചൂളയിലൂടെ കടന്നുപോയ അനേക വ്യക്തികൾ ഇപ്പൊ എന്റെ മുമ്പിൽ തന്നെ ആ തരത്തിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പൊ ഈ ഭയങ്കരമായ ചൂടുള്ള ഈ മരുഭൂമി യാത്രയിൽ ദൈവം നമുക്ക് തണലുകൾ അനുവദിക്കും. തീർച്ചയായിട്ടും ദൈവം തണൽ അനുവദിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നാം ഈ തണലിൽ ആശ്രയിച്ചാൽ ദൈവത്തെക്കാൾ കൂടുതൽ ദാനത്തിൽ ആശ്രയിച്ചാൽ ഒരു സാധ്യതയുള്ളത് ഒന്നെങ്കിൽ ആ തണലിനെ ദൈവം നമ്മിൽ നിന്ന് എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ നമ്മെ ആ തണലിൽ നിന്ന് മാറ്റുകയോ ചെയ്യും. ഇത് ഒരു സത്യമാണ് അല്ലേ? നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ വേദപുസ്തകത്തിലെ 1-2 വ്യക്തികളെ നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലേക്ക് വരാവുന്നതേ ഉള്ളൂ. ആ വ്യക്തികളെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ആള് എന്ന് പറയുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലാണ് ഉള്ളത്. ഞാൻ അങ്ങനെ വാക്യങ്ങൾ അധികം വായിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു പോകാം. അധ്യായം മുഴുവനായിട്ട് വിഷയങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വായിപ്പിക്കാതെ അതിന്റെ കണ്ടന്റ് പറഞ്ഞു പോകാം. ഇതിന്റെ 18-ാം അധ്യായം ഏതാണ്ട് മധ്യഭാഗത്ത് നാം വായിക്കുമ്പോൾ ഏലിയാവ് ദൈവത്തിന് വേണ്ടി വലിയ അത്ഭുതം ചെയ്തിട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ. ബാലിന്റെ പ്രവാചകന്മാരെ മുഴുവൻ കൊന്ന താന് എന്താ പറയുന്ന നമ്മുടെ ശ്രീലാളിതനായി താഴേക്ക് വന്നതേ ഉള്ളൂ. പക്ഷെ താഴെ വന്നപ്പോ താൻ കേൾക്കുന്ന ന്യൂസ് ഇസബേൽ, ആഹാബ് എന്ന് ഇസബേലിനോട് പറയുന്നു, ഇസബേൽ ഒരാളിനെ വിട്ട് ഏലിയാവിനോട് പറയുന്നു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. ഇത് കേട്ട് ഏലിയാവ് ഭയന്നുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന് വേണ്ടി എത്രയോ ബാലിന്റെ പ്രവാചകന്മാരെ കൊന്ന ഒരു മനുഷ്യൻ. പക്ഷെ ഒരു സ്ത്രീയുടെ സ്ത്രീ എന്ന് പറഞ്ഞാൽ പോരെ, ഇസ്രായേലിനെ ഒരു സ്ത്രീ എന്നൊന്നും പറഞ്ഞാൽ പറ്റുന്ന സാധനമല്ല. അവരുടെ വാക്കിന് മുമ്പിൽ താൻ ഭയന്ന് വിറച്ചു പോകും. നമുക്കറിയാം. എന്നാലും ദൈവം തന്നെ കൈവിട്ടൊന്നുമില്ല. നേരെ ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടക്കുന്നു. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, തണലിൽ കിടന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ. ഈ വാക്യം നിങ്ങളുടെ മനസ്സിലൊന്നും ഇരുന്നോട്ടെ. ഇനി നമുക്കത് ആവശ്യം വരും. ഇപ്പോൾ മതി യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. അങ്ങനെ താൻ അവിടെ കിടക്കുന്നു. ചെറുചെടിയുടെ തണൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ദൂതൻ തന്നെ തട്ടി പിടിച്ച് എഴുന്നേറ്റ് തിന്നാൻ പറയുന്നു. താൻ തിന്നു, വീണ്ടും അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. നമുക്കറിയാം, വീണ്ടും ദൂതൻ വന്നു, തുരുത്തി വെള്ളം തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. 2-ാം പ്രാവശ്യം വന്നു, അവനെ തട്ടി എഴുന്നേറ്റ് തിന്നാൻ നിനക്ക് ദൂരയാത്ര. താൻ വീണ്ടും എഴുന്നേറ്റ് തിന്നു. ആ ബലം കൊണ്ട് താൻ 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ്. എന്റെ വിഷയങ്ങൾ അവിടെ ഒന്നും ഉണ്ടാത്തതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പോകുന്നു. അവിടെ ചെന്നിട്ട് താൻ എന്ത് ചെയ്തു? ഒരു ഗുഹയിൽ കയറി ഒളിച്ചിരിക്കുക. നമ്മുടെ സബ്ജക്ട് മറന്നു പോകരുത്. തണലാണ് തണൽ. ഒരു ഗുഹയിൽ വ്യാപാർക്കുകയാണ്. അവിടെ വെച്ച് ദൈവം വീണ്ടും ചോദിക്കുന്നു, ഏലിയാവേയും നിനക്ക് എന്ത് കാര്യം? തൊട്ട് താഴെ വീണ്ടും തന്നോട് അത് തന്നെ ചോദിക്കുന്നുണ്ട്. ഇതേ അവസ്ഥയിൽ തന്നെ തന്നോട് വീണ്ടും ദൈവം തനിക്ക് പ്രത്യക്ഷനാകുന്നു. പല രീതിയിൽ ദൈവം മുമ്പിലൂടെ കടന്നു പോകുന്നു. മൃദുസ്വരത്തിൽ അവസാനം തന്നോട് സംസാരിക്കുന്നു. വീണ്ടും ചോദിക്കുന്നു, ഏലിയാവേ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ശബ്ദങ്ങൾ. ഇവിടെ താൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ച് ദൈവം തന്നെ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതായി കാണുന്നു. നീ പുറപ്പെട്ട ദമശ്കേക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകാം. അവിടെ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. നിനക്ക് പകരമായി എലീശായെ അഭിഷേകം ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
മരിക്കണം, എന്റെ പ്രാണനെ എടുത്തോളണമേ, മരിക്കണമെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ഗുഹയിൽ കിടന്ന് ഉറങ്ങിയ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒളിച്ചിരുന്ന മനുഷ്യൻ, ദൈവം അവനെ പുറത്തു 3 പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ താൻ നിവർത്തിക്കുന്നതായിട്ടും കാണും. ഈ ആ വിഷയം ഞാൻ അവിടെ വിടുന്നു. അടുത്ത നമ്മുടെ വിഷയത്തിലേക്ക് പോകുന്നു. അതാരായിരിക്കും എന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, ഈ വിഷയം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് 2 പേർ വരും എന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. യോനയുടെ കഥ, യോനയുടെ വിഷയം നമുക്ക് നല്ലപോലെ അറിയാം. ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയ ഒരു മനുഷ്യൻ. യോന ഒരു മോശം പ്രവാചകനൊന്നുമല്ല കേട്ടോ, ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകന്മാരിൽ ഒരാളാണ്. എന്നാൽ എന്തുകൊണ്ട് താൻ അങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ അതിനെ പിന്നീട് നമുക്ക് അവിടെ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. താൻ അങ്ങനെ, ഞാൻ ആദ്യ ഭാഗം എല്ലാം അങ്ങ് വിടുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ആ ലാസ്റ്റ് അധ്യായത്തിലേക്ക് വരാം. യഹോവയുടെ അരുളപ്പാട് 2ാം പ്രാവശ്യം എനിക്കുണ്ടായി, യോനയ്ക്കുണ്ടായി, നീ പുറപ്പെട്ട മഹാനഗരമായ നിനവയിലേക്ക് എന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കും. അങ്ങനെ യോന അവിടെ നിന്ന് പുറപ്പെടുന്നു, അവിടെ ചെല്ലുന്നു, അവരോട് പ്രസംഗിക്കുന്നു. താൻ അവിടെ പ്രസംഗിച്ചു. തുടർന്ന് എന്താ സംഭവിച്ചത്? അവിടെയുള്ള ജനം മുഴുവൻ മാനസാന്തരപ്പെടുന്നു. ദൈവം വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം അനുദപിച്ച് വരുത്തിയതുമില്ല. പക്ഷെ ഇത് യോനയ്ക്ക് അനിഷ്ടമില്ല. യോന പറയുന്നത് എന്തോ, എനിക്കിതറിയാമായിരുന്നു, ഞാന് കാര്യമായിട്ട് പ്രവചനം പറയും, ദൈവം മറ്റവരുടെ പ്രാർത്ഥന കേൾക്ക്, ദൈവം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു പ്രവാചകന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഒരു പ്രവാചകൻ പറയുന്നത് സംഭവിക്കണ്ടേ? ഇപ്പൊ ഞാന് നാളെ ഇവിടെ നിന്നുകൊണ്ട് പറയുക, ഇപ്പൊ ഫിലദൽഫിയ ആ ബുൾവാർഡില് അവിടെ റോഡിന്റെ മധ്യത്തിൽ വലിയ ഗർത്തം ഉണ്ടാകും എന്ന് പറയാമെന്ന് വിചാരിക്കുക, ഉണ്ടാകാതിരിക്കട്ടെ. പറഞ്ഞാൽ നാളെ അത് സംഭവിച്ചാൽ മറ്റന്നാൾ ഞാൻ വേറെ സ്ഥലത്ത് പറഞ്ഞാലോ ജനം എന്നിൽ വിശ്വസിക്കും. ഏതാ ഇനി ഒന്നാമത്തെ സംഭവിച്ചു, 2ാമത്തെ 3ാമത്തെ സംഭവിച്ചില്ലെങ്കിലോ അന്നെങ്ങനെയോ സംഭവിച്ചു പിന്നെ എന്ന് പറയാൻ സാധ്യതയുണ്ട്. യോന പ്രവാചകൻ ഈ പ്രശ്നമുണ്ട്. താൻ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനാണ്. താൻ പറയുന്നത് നടക്കണമെന്ന് മാനുഷികമായി താൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതാ പിന്നീട് വായിക്കുമ്പം, ഏറ്റവും ലാസ്റ്റ് വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും തന്റെ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ താന് ഇനി അതിൻ്റെ അകത്ത് വേറെ രസകരമായ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അങ്ങനെ യോന പ്രാർത്ഥിച്ചു, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്കിതല്ലയോ, അതുകൊണ്ടാണ് ഞാൻ തർശീസിലേക്ക് ഓടിപ്പോയത്. എന്റെ 3ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, ആകയാൽ യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എലിയാവ് എന്താ പറഞ്ഞേ? ഇത് തന്നെ എലിയാവും പറഞ്ഞു. മനസ്സിലായോ? എനിക്ക് മരിച്ചാൽ മതി, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം എന്താ? യോന പറയുന്നതിന്റെ കാരണം എന്താ? ഞാൻ പറഞ്ഞത് നടന്നില്ല. ദൈവം പറഞ്ഞതാണ്, അത് പറഞ്ഞത് നടന്നില്ല. ഇനി മറ്റൊരു കാര്യം, അപ്പൊ നടക്കുകയല്ലെന്ന് യോനയ്ക്ക് 100% ഉറപ്പായി. യോന പ്രവചിച്ചു പറഞ്ഞതുപോലെ ആ നിനവയുടെ നാശം ഉണ്ടാകുക എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. എന്നിട്ട് താൻ എന്നാ ചെയ്തെന്ന് നോക്കി. അനന്തരം യോന നഗരം വിട്ടിയെന്ന നഗരത്തിന്റെ കിഴക്കുവശത്തിരുന്നു, അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളോ അതിന്റെ കീഴ്ത്തണം. ആലോചിക്കേ, നടക്കുകയല്ലെന്ന് 100% ഉറപ്പുള്ള സംഭവം നടക്കും എന്ന് വിശ്വസിച്ച് കാണാൻ വേണ്ടി നോക്കിയിരുന്നു. പക്ഷെ അവിടെ ദൈവം ചെയ്ത ഒരു കാര്യം കണ്ടോ? യോനെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് രാവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. തനിക്കും തണല് ദൈവം കൊടുത്തു. പക്ഷെ സംഭവിച്ചത് യോന ആവണക്ക് നിമിത്തം സത്യം സന്തോഷിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. തണല് ദൈവം അനുവദിച്ചു എന്ന് വരാം, പക്ഷെ തണല് നമ്മുടെ ആശ്രയമായി പോയാൽ, അതാണ് യോനയോട് ദൈവം ചെയ്തത്. ആവണക്ക് ഉണക്കിക്കളഞ്ഞു. താന് അവിടെ വെച്ച് ദൈവത്തോട് കോപിക്കുന്നുണ്ട്. അപ്പൊ ദൈവം ചോദിക്കുന്നു,
നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുണ്ടോ? നിനക്ക് ഈ ജനത്തോട് അയ്യോ ഭാവം തോന്നുന്നില്ലയോ? ഞാൻ രണ്ട് വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി. ഒന്ന് ഏലിയാവാണ്, ഒന്ന് യോനയാണ്. ഇവർ രണ്ടുപേരും സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി, തങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് ഒളിച്ചോടി മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചവർ. രണ്ടുപേരെയും ദൈവം അതിൽ നിന്ന് പുറത്താക്കി. കാര്യം പറയുമ്പോൾ തിമിംഗലത്തിന്റെ വായിൽ പോയതോടെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ നല്ലതാണ്. അവിടെ നിന്ന് ദൈവം വിടുവിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട ശുശ്രൂഷ ദൈവം ചെയ്യിച്ചു. അപ്പൊ ന്യായമായിട്ട് നമുക്കൊരു സംശയം തോന്നാം, ഇങ്ങനെയാണെങ്കിൽ നാം പിന്നെ എന്താണ് ആയിരിക്കേണ്ടത്? ഞാൻ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ വേദപുസ്തകത്തിൽ നിന്ന് പറയാം. ഞാൻ ആ ഭാഗം മാത്രം, സങ്കീർത്തനത്തിൽ നിന്നൊരു ഭാഗം മാത്രം എടുത്ത് ഞാൻ അതിനെ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. അത് സങ്കീർത്തനം 80-ന്റെ 8-ാം വാക്യമാണ്. നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞു. നീ അതിന് തടമെടുത്ത് അത് വേരൂന്നി ദേശത്ത് വളർന്നു. അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു, അതിന്റെ കൊമ്പുകളും ദിവ്യ ദേവദാരുക്കൾ പോലെയുമായിരുന്നു. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇങ്ങനെയാണെങ്കിൽ നാം എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു? നാം പടർന്നു പന്തലിച്ച് ഒരു വലിയ വടവൃക്ഷമായി ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഈ സമയത്ത് ഈ സഭയോടും ദൈവദാസനോടും ഒരു ചിന്ത ഞാൻ ഇന്ന് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഈ മിസ്രൈമിൽ നിന്ന് എന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് ഇവിടെ കൊണ്ട് എന്തിനു നട്ടുവെന്ന് നമുക്ക് ഓരോരുത്തർക്കും ബാധമാണെങ്കിൽ എന്തിനു നട്ടു എന്ന് ചോദിച്ചാൽ അനേകർക്ക് തണലാകാം, ഒരുപാട് പേർക്ക് തണലാകാൻ വേണ്ടിയാണ്. എന്റെ ഒരു മറുവശം കൂടെ ഞാൻ പറയാം. ഒരുപാട് പക്ഷികൾ ഈ തണലിൽ വിശ്രമിക്കും, ഒരുപാട് വഴിയാത്രക്കാർ ഇവിടെ വിശ്രമിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവരാരും സ്ഥിരമായി അവിടെ തങ്ങണമെന്ന്. ഒരു സീസൺ കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ അവിടെ പോയെന്ന് വരാം, കുറച്ചു നാളുകൂടെ എടുത്ത് മുട്ടയിട്ടെന്ന് വരാം, നിങ്ങളെ വിരിച്ചെന്ന് വരാം, അത് കുറച്ച് കഴിയുമ്പോ പറന്നു പോയെന്ന്. വഴിയാത്രക്കാർ അവിടെ വന്നതിന് ശേഷം കുറച്ചു കാലം വിശ്രമിച്ചു എന്ന് വരാം, അവരും അവരുടെ വഴിക്കൊരു നന്ദി പറഞ്ഞിട്ട് പോയെന്ന് വരാം. ഒരു കാര്യം, നമ്മളെ എന്തിനാണോ ആക്കിയിരിക്കുന്നത് അത് ചെയ്തെടുക്കുക ആഗ്രഹിക്കുക. പലപ്പോഴും നമുക്ക് വിഷമം തോന്നിയെന്ന് വരാം. ദേവദാസനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളപ്പോഴ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ദൈവം എല്ലാവരെ കുറിച്ചും ആഗ്രഹിക്കുന്ന ഒന്നല്ല. ചിലർക്ക് തണലാകാൻ വേണ്ടി മാത്രം ദൈവം ആക്കിയിരിക്കുന്ന അവസ്ഥകളുണ്ട്. അവിടെ നാം തണലായിരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് വളരെയധികം ആഗ്രഹിക്കുന്നു. എനിക്കൊരു മറ്റൊരു വശം കൂടെ ഞാൻ പറയാം. അടുത്ത പ്രാവശ്യം അവർ അതിലെ വന്നെന്ന് വിചാരിക്കും. വന്നാൽ അവർ പറയുന്നൊരു സാക്ഷി ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇത്രയും ഈ വൃക്ഷം പടർന്നിരുന്നില്ല, ഇപ്പോൾ കുറച്ചുകൂടെ അത് വിശാലമായി, കുറച്ചുകൂടെ കുളിർമ കിട്ടി, തണുപ്പ് കിട്ടി എന്ന് പറയുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഉള്ള ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ദേശമാകെ നിന്ന് നമ്മൾ അനേകർക്ക് തണലായി നിൽക്കുക. ഞാൻ കുറച്ച് ആദ്യം ഓർപ്പിച്ചതുപോലെ മരുഭൂമിയിലെ ചൂടിലാണ് നാം നിൽക്കുന്നതെന്ന് ഓർക്കണം. അനേകർക്ക് തണലായി നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നാം ഏൽക്കുന്ന സൂര്യതാപം. അപ്പോ ഞാനെന്ത് ചെയ്യും? ഞാനിതിൽ നശിച്ചു പോകാൻ സാധ്യതയില്ല. മറ്റൊരു സങ്കീർത്തനത്തിൽ പറയും, 121-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിലനിൽക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട നാം അനേകർക്ക് തണൽ കൊടുക്കുന്നുള്ള സത്യമാണ്. പക്ഷെ ആ തണൽ, ആ ചൂടത്ത് വാടിപ്പോകുവാൻ ദൈവം നമുക്ക് തണലായി മുകളിൽ നിൽക്കും. നമുക്ക് ഇസ്രായേൽ മക്കളുടെ ചരിത്രം അറിയാവുന്നു. ഞാനത് ചിന്തിച്ചൊരു വിഷയമല്ല, കൂടെ ആഡ് ചെയ്തൊരു വിഷയമല്ല. എന്നിരുന്നാലും മനസ്സിൽ വന്നോണ്ട് ഞാനെന്ന് പറയാം. ഇസ്രായേൽ മക്കളുടെ ചരിത്രം അറിയാവുന്നു. അവർ ഈ 40 വർഷം യാത്ര ചെയ്ത മരുഭൂമിയിലൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. അവരെ തളർന്നു പോകേണ്ടതാണ്, ക്ഷീണിച്ചു പോകേണ്ടതാണ്. ഒരു ദിവസം പോലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കണം. എന്നാൽ
ദൈവം അവർക്ക് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി 40 വർഷം അവരെ പരിപാലിച്ചു. അവർ അവിശ്വസ്തരായി പോയില്ലേ? എത്രയോ പ്രാവശ്യം. പക്ഷെ ദൈവം അവരെ ഉപേക്ഷിച്ചോ? ഇല്ല. ദേവദാസൻ ഓർപ്പിച്ചതുപോലെ ദാവീദിനെ ഉപേക്ഷിക്കാത്ത ദൈവം വേദപുസ്തകത്തിലെ അബ്രഹാമിനെ ഉപേക്ഷിക്കാത്ത, വേദപുസ്തകത്തിലെ പ്രമുഖരെന്ന് പറയുന്ന ഇവരൊക്കെയാണ്. ഇവരെ ആരെയും തള്ളിക്കളയാത്ത ദൈവം നമ്മളെയും തള്ളിക്കളയിച്ചില്ല. ദൈവസന്നിധിയിലുള്ള ഒരു പ്രാഗൽഭ്യം കരുതാൻ നമുക്കിടയാകാതെ ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. നമ്മള് ദൈവത്തിന്റെ തണലിലാണ് വസിക്കുന്നത്. നമ്മൾ അനേകർക്ക് തണലാകുവാൻ ദൈവം നമ്മെ കുറിച്ചാണ്. ഈ നാളുകളിൽ നമുക്ക് അനേകർക്ക് തണലായി, അനേകർക്ക് ആശ്വാസമായി മുന്നോട്ട് പോകാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന ദേവദാസനോട് പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വെച്ചു. വളരെ മനോഹരമായി ലളിതമായി ഇന്ന് രാത്രി നമ്മോട് വചനത്തിൽ സംസാരിച്ച അമേൻ ആഡ്ലി ബ്രദറിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് വചനം മനസ്സിലായി? ആരെങ്കിലും ഉറങ്ങിയോ? ആരും താഴെ വീണെന്ന് എന്റെ വിശ്വാസം. ഇത്രയും സൗണ്ട് ഒന്നും കേട്ടില്ല. അമേൻ സ്വപ്നം എല്ലാവരും അറ്റൻറ്റീവായിട്ടിരുന്നു. വളരെ മനോഹരമായി തോന്നി. നോക്കണേ, നമ്മുടെ മധ്യേ കർത്താവ് ഉണ്ടെന്നുള്ള അടയാളം. ഈ മാസത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അമേൻ വിശുദ്ധിയെ തികയ്ക്കാൻ യഥാസ്ഥാനം. നമ്മൾ കണ്ടു ഒരേലിയാവ് തീയായി ശോഭിച്ചവനാണ്. കേവല വാക്കുകളുടെ മധ്യത്തിൽ തളർന്ന് ഇനിയും വേണ്ട കർത്താവ്, ഇനിയും. ഇന്ന് രാത്രി എത്ര പേര് ശുശ്രൂഷക്കിറങ്ങി മറ്റുള്ളവർ പലതും ചെറുതും പറഞ്ഞു എന്ന് പറഞ്ഞ് ഇതുവരെ സ്റ്റേജിൽ കയറാതൊക്കെ മാറി, അല്ലെങ്കിൽ തന്ന ശുശ്രൂഷ ചെയ്യാതെ ഒഴിഞ്ഞു നിൽക്കുന്ന എത്ര പേരുണ്ടെന്ന് പരിശുദ്ധമായി ചോദിക്കുക. ഇപ്പം എത്ര മതി കർത്താവ്, എന്റെ പിതാക്കന്മാരെ കല്ലിട്ടും ശ്രേഷ്ഠതയുള്ളതല്ലാന്ന് അങ്ങനെ മാറി നിൽക്കുന്നിടത്ത് കർത്താവ് വന്ന് തട്ടി. ചൂരച്ചെടി തണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരച്ചെടിയുടെ തണലിൽ എന്തോ അല്ല, ഒരു നന്മയും ഇല്ല. ഇന്ന് രാത്രി ഒരു നന്മയും പ്രാപിക്കാതെ ചൂരച്ചെടി തണലിൽ കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധമ പറയുക, അമേൻ, യഥാസ്ഥാനപ്പെടണം. കാരണം കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. കർത്താവ് നിങ്ങളുടെ മനസ്സിൽ പോലും കണ്ടിട്ടില്ലാത്ത അത്ഭുത പദ്ധതികൾ ഇന്ന് രാത്രി നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് വെള്ളം തരും, അട തരും. അമേൻ സ്വന്തം ചെയ്യുന്നു. നമുക്ക് കൂട്ടായ്മ ഉപേക്ഷിച്ച് തന്നെയാണ് ഏലിയാവ് ഓടി. കൂട്ടായ്മ കൊടുക്കണ്ട അവൻ ശിഷ്യനെ കൂടെ പറഞ്ഞയച്ചിട്ട് അടുത്ത പറയാ, ഒരു ദിവസത്തെ വഴിദൂരം മരുഭൂമിയിലൊക്കെ പുള്ളി തന്നെ ചൂസ് ചെയ്ത് പോകാം. എന്നാൽ കൈവിടാത്തൊരു ദൈവം. A God of restoration. A God of restoration. വീണ്ടും അവൻ അടയും അവൻ വെള്ളവും കൊടുത്തിട്ട് ബലം 40 രാവും വീണ്ടും അവൻ എവിടെ കഴിയാ ഒരുക്കുന്നത് ഒരു ഗുഹയാണ്. എവിടെ നിനക്ക് ഇന്ന് രാത്രി എത്ര പേർ ഗുഹയ്ക്കകത്ത് കയറി വിശ്രമിക്കുന്നുണ്ട്? കർത്താവ് ചോദിക്കുക, നിനക്ക് ഇവിടെ എന്താ കാര്യം? ശരിയാ, തളർച്ചകൾ നിനക്ക് ഒത്തിരിയുണ്ട്. നീ ചെയ്തതിനെ, നീ പ്രവർത്തിച്ചതിനെ മൈൻഡ് പോലും ചെയ്യാതെ, അതിനെ ഒന്നും ഒരു വാക്ക് പോലും പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാത്ത ഒത്തിരി ആൾക്കാർ നിന്റെ ചുറ്റും കാണും. നീ ചെയ്ത ഒരു കാര്യങ്ങളും നോട്ട് ഇവൻ കണ്ടിട്ടും കണ്ടതായിട്ട് പോലും നടിച്ചിട്ടില്ലാത്ത അനുഭവങ്ങൾ നിന്റെ ഉള്ളിൽ കാണും. അത് തന്നെ ഏലിയ നോക്കി ആഹാബിന്റെ മുമ്പിൽ എത്ര പ്രവർത്തി ചെയ്തു. എന്നാ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ രഹസ്യത്തെ കയറിക്കോ എന്ന് പറയാൻ മനസ്സ് കൊടുത്തോ. നീ വിഷമിക്കണ്ട കേട്ടോ, നിന്റെ മേൽ തീയായി തുടങ്ങി വന്ന് ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ ഓടാൻ ശക്തി കൊടുക്കുന്നു. നീ ഓർക്കേണ്ട ശക്തിയായിരുന്നു. പക്ഷെ പലപ്പോഴും നിന്നിലേക്ക് തന്നെ ശ്രങ്ക് ചെയ്യുമ്പോൾ നീ തളർന്നു പോകും. ഇന്ന് രാത്രി തളരുന്നവരെ പരിശുദ്ധമാണോ? ഇല്ല. ഇന്ന് രാത്രി നിനക്ക് ഇനിയും ദൂരയാത്ര ചെയ്യാനുണ്ട്. ബിഗ് മിനിസ്ട്രി ബിഫോർ യു. ഏലിയാവ് തീർന്നിട്ടില്ല. ഇന്ന് രാത്രി നിന്നോട് ഹൃദ്യമായി സംസാരിക്കുന്ന ഒരു ദൈവം. 3 പ്രധാന ജോലികൾ അവനെ കൊണ്ട് യഥാസ്ഥാനപ്പെടുത്തി ചെയ്യിച്ചു, അല്ലേ? ഒരു ഏലിശായെയും അഭിഷേകം ചെയ്യിച്ചു. ഇന്ന് രാത്രി വേല തികയ്ക്കാതെ നിങ്ങളെ ആരെയും വിടാൻ ദൈവം സമ്മതിക്കത്തില്ല. ഒരു യോനയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടു. നമുക്ക് എന്തുകൊണ്ടാണ് യോന പോകാഞ്ഞെന്ന് ഓൾറെഡി 4-ാം അധ്യായത്തിൽ പുള്ളി പറയുന്നത് എനിക്ക് അന്നേരെ അറിയാം. യോനെ ആഗ്രഹിച്ചത് അനീതി ചെയ്യുന്നവർക്ക് ശിക്ഷാവിധി കിട്ടണം, ക്യാപിറ്റൽ പണിഷ്മെന്റ് കുതിച്ചൊരുത്തനാണ് അവൻ സ്വപ്നം ചെയ്യുന്നു. യോനയ്ക്ക് അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം കപ്പൽ കയറി എങ്ങോട്ട് പോയത്, സ്വയം സമ്മതിക്കുക. ഇന്ന് രാത്രി ഒരിക്കലും ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മുടെ പ്ലാനിൽ തിരിക്കാൻ നോക്കരുത്.
God has called you to do His work. എന്റെ പേര് ഇന്ന് അനേകരുടെ വേലയാണ്. അവിടെ എന്റെ യേശു ഇല്ല കേട്ടോ. വേല വിഗ്രഹമാകാം, മിനിസ്ട്രി നിന്റെ വിഗ്രഹമാകാം. അത് നിന്റെ മിനിസ്ട്രി ആകുമ്പോൾ യു ആർ നോട്ട് ഡൂയിങ് ഗോഡ്സ് വർക്ക്. അതിനാ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഒത്തിരി പേരെ കാണിക്കുന്നുണ്ട്. ഫിലിപ്പോസിനെ പോലെ ഒത്തിരി പേര് സമറിയയിൽ പ്രീഗൃവായിട്ട് നടക്കുമ്പോൾ ദൂതം എന്ന് പറയുക, ഗോ ടു ഗ്യാസ. He did not even second question ഒന്നുമില്ല. ചർച്ച ആരും church is for floats. He just goes to Gaza. ആർക്കും വേണ്ടി വലിയ കൂട്ടം അവിടെ കിട്ടിയോ? ആൾക്കൂട്ടം ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് മരുഭൂമി, ഒരൊറ്റ ഒരുത്തിനു വേണ്ടി. ശ്രദ്ധിക്കണം, ഇന്ന് അനേകം ചർച്ചകൾ സ്ഥാപിക്കാൻ ആൾക്കാരെ പിടിച്ചുകൊണ്ട് അവരുടെ ഉപജീവനം വയറ്റിപ്പഴപ്പാണ്. എന്റെ യേശു ഒരിക്കലും വയറ്റിപ്പഴപ്പിന് വേണ്ടി ശുശ്രൂഷക്കാരെ വിളിച്ചിട്ടില്ല. ഒത്തിരി പേര് പിടിച്ച ആൾക്കാരെ പേടിപ്പിച്ച ശിക്ഷാവിധി പിന്നെ ഒരുമിച്ച് നിൽക്കണം. കാരണം എന്തുവാ? അവരുടെ ആവശ്യം അദ്ദേഹം ഒന്നുമില്ല. അവരെ ചർച്ച എന്റെ യേശു അങ്ങനെ പറഞ്ഞില്ലേ? യേശു പറഞ്ഞ നിങ്ങൾ പോയി പള്ളി പണി, ഹോള് പണി. എന്റെ യേശുനാഥൻ പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല പറയും. യേശുനാഥൻ തന്നെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരിടത്ത് ചെയ്ത് കഴിഞ്ഞ് ആൾക്കാർ കൂടുന്നു കാണുമ്പോൾ അവിടെ നിന്ന് അടുത്ത നമുക്കൊരു ചർച്ച എസ്റ്റാബ്ലിഷ് ആൾക്കാരെ അടുത്ത പട്ടണത്തിലോട്ട് തന്നെ. ഇന്ന് രാത്രി മിനിസ്ട്രി തിരിച്ചറിയുന്നു. കർത്താവ് ഉണ്ടോ ഇല്ലോ നീ നോക്കണം. അവന്റെ ആറ്റിറ്റ്യൂഡ്, അവരുടെ രീതി. കർത്താവെ, ഐ വാണ്ട് ടു ഡു യുവർ വർക്ക്. നീ അല്ലാതെ ഞാനോ എന്റെ പ്രവൃത്തി ഒന്നും ലെറ്റ് ഇറ്റ് നോട്ട് ബി സീൻ. ആൻലി വന്ന എത്രയോ പേർ നമ്മുടെ ചർച്ചിലുള്ളവരെ എക്യുപ്പ് ചെയ്യണം. അവരെ ഒരു പാസ്റ്റ് ഇല്ലാതായാൽ അവരവരുടെ വീട് ആരാധനാലയമായിട്ട് തുറന്നു കൊടുക്കണം. ഇന്ത്യയിൽ ഇന്നും പഞ്ചാബിലൊക്കെ പ്രവർത്തി കൊണ്ട് നടക്കുന്ന ഹോം ചർച്ചസ്, ഹൗസ് ചർച്ചസ്, അതിനകത്തായ ആരൊക്കെ പറ്റും. ഇന്ന് രാത്രികാലം അവിടെ അജണ്ടയില്ല, കമ്മിറ്റിയില്ല, അവിടെ പാർട്ടിയില്ല, പൊളിറ്റിക്സ് ഇല്ല, അവിടെ ബിൽഡിംഗ് ഫണ്ട് ഇല്ല. പിരിപ്പോ വരുമ്പോ തന്നെ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുമ്പോ ഹിപ്പോക്രസിയെ കാണുന്ന ചർച്ചയിൽ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെയാണ് അങ്ങനെ ഇന്ത്യ സുവിശേഷീകരിക്കപ്പെട്ടത് എന്ന് സുവിശേഷീകരിക്കപ്പെട്ടത്. നമ്മൾ പള്ളിയും പട്ടക്കാരും ശുശ്രൂഷകന്മാരും ഒക്കെ ആക്കി, സെൻട്രൽ പാസ്റ്റർമാരും ആക്കി. ആടുകൾ മതി, ആടുകൾ വന്ന് ആടുകളെ പിരിഞ്ഞ് ഇവരെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. എസ്കേൽ പ്രവചനമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. തോലൊരിയും ഇന്ന് രാത്രികാലം ഓർക്കണം. അതുകൊണ്ട് യഥാസ്ഥാനപ്പെടണം. ജോനയെ മനസ്സിലാക്കണം. നിന്റെ വേലയല്ലേ ഇത്, ആരുടെ വേലയാ? ബി ഒബീഡിയന്റ് ടു ഹിസ് വിൽ, പെർഫെക്റ്റ് വിൽ. അതുകൊണ്ട് യഥാസ്ഥാനപ്പെടുന്ന സംഘടനക്കാരൻ 50 എന്താ പറയുന്നത്? ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളുടെ ബാക്ക് ട്രാക്കിലോട്ട് കൊണ്ടുപോവാ. അത് ചെയ്യുന്ന എങ്ങനെയാ? ഞങ്ങള് ഉപവാസ പ്രാർത്ഥനയിൽ ഈ മാസത്തിന് ആരംഭത്തിൽ ചിന്തിച്ചു. അതിന്റെ 10ാമത്തെ വാക്യം 8ാമത്തെ വാക്യം തോന്നുന്നതിനകത്ത് പറയുന്നു, യഹോവ അരുളി ചെയ്യുന്നത് അല്ല, കുറുക്കുവഴിയൊന്നുമില്ല. ലിസൺ ടു വാട്ട് ഗോഡ് സീസ്. അങ്ങനെ കേൾക്കുമ്പോൾ ഇംഗ്ലീഷിൽ അടുത്ത വാക്ക് ഗാഡ് വിൽ സ്പീക്ക് പീസ് ടു ഹിസ് പീപ്പിൾ. അവൻ അരുളി ചെയ്യുന്നത് കേൾക്കുമ്പോൾ സമാധാനം. ഒറ്റ വാണിങ്, ജനം വീണ്ടും മൂഢത്തരത്തിലോട്ട്, ഫൂളിഷസിലോട്ട് കൈനീട്ടാതെ ഇരിക്കട്ടെ. ഇന്ന് രാത്രികാലം നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. സമാധാനത്തിൽ വേറെ വഴിയൊന്നുമില്ല. ഇന്ന് രാത്രി ദൈവം നിന്നെ ആഗ്രഹിക്കുന്ന ട്രാക്കിലേക്ക് വീഴുക. ലേലിയാവെ, പണ്ട് ഞാൻ ഇത് ചെയ്തു, പണ്ട് ഞാൻ അത് ചെയ്തു, പണ്ട് ഞാൻ കൃപ. ഹൂ കെയർസ്? വാട്ട് ആർ യു ഡൂയിങ് ടുഡേ? ഇന്ന് നീ എന്ത് ചെയ്യുന്നു? യോനെ മടക്കി വരുത്തി വന്നിട്ട് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് അകത്ത് മാറ്റില്ല. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാ വന്നിട്ട് അറിയാം കൃപയും കരുണയുള്ള ദൈവമാണെന്ന് അറിഞ്ഞിട്ട് പുള്ളിക്കാരൻ കുടിലുണ്ടാക്കിയിട്ട് മൈ ഗോഡ്, മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് നോക്കി. ദൈവമക്കൾ, ഞാൻ ഈ പറയുന്ന ദൈവമക്കൾ എന്ന് പറഞ്ഞവരുടെ ആറ്റിറ്റ്യൂഡാണ്. പ്രവാചകന്മാരുടെയും ശുശ്രൂഷന്മാരുടെയും ആറ്റിറ്റ്യൂഡാ, അവിശ്വാസിയുടെ അല്ല. ശുദ്ധബൽ. ഇന്ന് രാത്രികാലം ദൈവജനമേ മടങ്ങി വരാം. കം ബാക്ക് ടു ട്രാക്ക്. ഏലിയാവിനെ ദൈവം മടക്കി വരുത്തിയതുപോലെ, യോനെ ദൈവം മടക്കി വരുത്തിയതുപോലെ ഇന്നത്തെ പറയും, കർത്താവേ, bring us back to you. കാരണം ഞങ്ങൾ എന്തായെന്നോ എന്തെടുത്തെന്നോ ഇന്ന് രാത്രി നിന്റെ വേല ചെയ്യുവാൻ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ഹല്ലേലൂയ, നിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി തീരുവാൻ ഇന്ന് രാത്രി നമ്മെ തന്നെ ഏൽപ്പിക്കാം. വളരെ മനോഹരമായി വചനം സംസാരിച്ച് കർത്താവിന്റെ ദാസൻ പ്രിയ ആഡ് ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേക ഇടങ്ങളിൽ യേശുവിന് വേണ്ടി നിൽക്കാൻ, അനേക ഭവനങ്ങൾ കയറി യേശുവിനെ പറയാൻ,
അവരെ കുടുംബമായി ദൈവം ഉപയോഗിക്കട്ടെ, ദൈവം ആശീർവദിക്കട്ടെ. വേല വളരെയുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഫിലിപ്പോസിൽ പ്രസംഗിച്ചതുപോലെ അവൻ വേല വളരെയുണ്ട്. അവൻ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാർക്കായി യാചിക്കും. PhD വേണ്ട, അതൊന്നും വേണ്ട, നല്ല കാര്യം തന്നെ. PhD ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസ്തതയുള്ള വേലക്കാരെ ഉണർത്തുവാൻ, നമ്മയൊക്കെയും ഉണർത്തുവാൻ, അനേകരെ തേടിപ്പോകാൻ, ഒരു ഭവനത്തെ തേടിപ്പോകാൻ ദൈവം കൃപ തരട്ടെ. നമുക്ക് എഴുന്നേറ്റ് ഒരു ഗാനം